ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്ക് ഇന്ത്യയുടെ ആത്മസത്തയെ തകർക്കാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. പാകിസ്ഥാൻ പൌരന്മാർക്ക് വീസ നൽകുന്നത് നിർത്തലാക്കി ഇന്ത്യ. പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഇന്ത്യക്കാർ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരുന്നു. കരസേനാ മേധാവി നാളെ ജമ്മുകശ്മീർ സന്ദർശിക്കും. മീസിൽസ് റുബെല്ല മുക്തയജ്ഞത്തിന് രാജ്യത്ത് തുടക്കം. കേരളത്തിൽ 2027 മലമ്പനി നിവാരണം സാധ്യമാക്കുക ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഭീകരതയ്ക്ക് ഇന്ത്യയുടെ ആത്മസത്തയെ തകർക്കാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം സംഭവം രാജ്യത്തിന്റെ ആത്മാവിന് നേർക്കുണ്ടായ കടന്നാക്രമണമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ये हमला किया है उन आतंकियों को और इस हमले की साजिश रचने वालों को उनकी कल्पना से भी बड़ी सजा मिलेगी. सजा मिलकर के रहेगी. अब आतंकियों की बची खुची जमीन को भी मिट्टी में मिलाने का समय आ गया है. 140 കോടി ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പിൻബലത്തിൽ ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് വ്യക്തമാക്കിയ ശ്രീ നരേന്ദ്രമോദി ആക്രമണത്തിന് ഇരയായവർക്ക് നീതി ഉറപ്പാക്കാൻ രാജ്യം ഒരു മനസ്സോടെ നിലകൊള്ളുമെന്നും പറഞ്ഞു. ബീഹാറിൽ 13,500 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി ജയശങ്കറും രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ കണ്ടു. പഹൽഗാം ഭീകരാക്രമണവും തുടർന്ന് സ്വീകരിച്ച നടപടികളും കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതിയെ ധരിപ്പിച്ചു. UK, ജർമ്മനി, ജപ്പാൻ തുടങ്ങി തിരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസഡർമാരെയും ഭീകരാക്രമണത്തിന്റെ വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് ധരിപ്പിച്ചു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൌരന്മാർക്ക് വീസ നൽകുന്നത് എത്രയും വേഗം നിർത്തലാക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. നിലവിലുള്ള വീസയുടെ കാലാവധി ഈ മാസം 27-ന് അവസാനിക്കും. മെഡിക്കൽ വീസകളുടെ കാലാവധി ചൊവ്വാഴ്ചയോടെ റദ്ദാക്കും. അനുവദിച്ച കാലാവധിക്കുള്ളിൽ എല്ലാ പാകിസ്ഥാൻ പൌരന്മാരും ഇന്ത്യ വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം മടങ്ങിയെത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ പാർലമെന്റ് മന്ദിരത്തിലാണ് യോഗം. കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ പ്രതിപക്ഷ നേതാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ശ്രീ രാജ്നാഥ് സിംഗ് യോഗത്തിൽ വിശദീകരിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നാളെ ജമ്മുകശ്മീർ സന്ദർശിക്കും. മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ കരസേനാ മേധാവി അവലോകനം ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട 3 ലഷ്കർ ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ആകെ 60 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് ജമ്മുകശ്മീർ പോലീസ്. അമൃത്സറിലെ അട്ടാരി, ഫിറോസ്പൂരിലെ ഹുസൈനിവാല, പഞ്ചാബിലെ ഫാസിൽക്കയിലെ സദ്കി എന്നിവിടങ്ങളിൽ നടക്കുന്ന റീട്രീറ്റ് ചടങ്ങിനിടെയുള്ള ആചാരപരമായ പ്രദർശനത്തിന്റെ സമയം പരിമിതപ്പെടുത്താൻ കേന്ദ്ര തീരുമാനം. റീട്രീറ്റ് ചടങ്ങിനിടയിൽ പോലും ഗേറ്റ് തുറക്കില്ല. പ്രോട്ടോകോൾ പ്രകാരം സൂര്യാസ്തമയ സമയത്ത് ഇന്ത്യൻ പതാക താഴ്ത്തിയ ശേഷമുള്ള ഹസ്തദാനവും ഒഴിവാക്കി. പാകിസ്ഥാൻ നടൻ ഫവാദ് ഖാൻ നായകനായ അബിർ ഗുലാൽ എന്ന ചിത്രത്തിന് ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ആരതി എസ് ബാഗ്ദി സംവിധാനം ചെയ്ത അബിർ ഗുലാൽ എന്ന ചിത്രം അടുത്ത മാസം 9-ന് തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ജമ്മുകശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ വെടിവയ്പിൽ ഒരു സൈനികന് വീരമൃത്യു. ഡുഡു ബസന്ത്ഗഡ് പ്രദേശത്ത് ഭീകര സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സേന നടത്തിയ തിരച്ചിലിനിടെയാണ് വെടിവയ്പ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഗൈഡഡ് മിസൈലിന്റെ പരീക്ഷണം വിജയകരം. സമുദ്രത്തിൽ നിന്ന് തൊടുക്കാവുന്ന ദീർഘദൂര പ്രഹരശേഷിയുള്ള മിസൈലിന്റെ പരീക്ഷണം INS സൂററ്റിലാണ് നടന്നത്. പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായി നാവികസേന സമൂഹമാധ്യമമായ Xലൂടെ അറിയിക്കുകയായിരുന്നു. ന്യൂഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചു. അമർനാഥ് യാത്രയിൽ പങ്കെടുക്കാനെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ BJP നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മീസിൽസ് റൂബെല്ല മുക്തയജ്ഞത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ജനുവരി മുതൽ കഴിഞ്ഞ മാസം വരെ 322 ജില്ലകളിൽ മീസിൽസ് കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ കുത്തിവയ്പ്പിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് സമഗ്ര പങ്കാളിത്തം നൽകണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. കേരളത്തിൽ 2027 മലമ്പനി നിവാരണം സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് നടത്തിവരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലമ്പനി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ച് കായിക വകുപ്പ്. പഞ്ചായത്ത്, ജില്ലാതല സ്പോർട്സ് കൌൺസിലുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കായിക വകുപ്പ് സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. പഞ്ചായത്ത് തല സ്പോർട്സ് കൌൺസിലുകൾ അതോടൊപ്പം തന്നെ ജില്ലാതല സ്പോർട്സ് കൌൺസിലിനെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലൂടെയും കായിക വകുപ്പിന്റെ ബന്ധപ്പെട്ട മന്ത്രിയും കൌൺസിലിലെ അംഗങ്ങൾ, കായിക ഡയറക്ടർ അടക്കമുള്ള മുഴുവൻ ആളുകളും ഈ പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മുഴുവൻ സഞ്ചരിക്കും. യുവജനങ്ങളുമായി സംവദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും. കഴിയുന്നത്ര കളിക്കളങ്ങൾ സന്ദർശിച്ച് ആ കളിക്കളങ്ങളിൽ സജീവമാക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ എറണാകുളം സ്വദേശി N രാമചന്ദ്രന്റെ സംസ്കാരം നാളെ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ നടക്കും. രാവിലെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അരുണാചൽ സ്വദേശിയായ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ തേജ് ഹേലാങ്ങിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ നാളെ നടക്കും. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ ബംഗളൂരുവിനെ ബാറ്റിംഗിനയച്ചു. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാദരം അർപ്പിച്ച് ജനസഹസ്രങ്ങൾ. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ശനിയാഴ്ച വരെയാണ് പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. ശനിയാഴ്ച ഇന്ത്യയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2002 ഗോധ്ര കേസിൽ ഗുജറാത്ത് സർക്കാർ സമർപ്പിച്ച അപ്പീലുകളിൽ ഉൾപ്പെടെ അടുത്ത മാസം 6-7 തീയതികളിൽ അന്തിമവാദം കേൾക്കുമെന്ന് സുപ്രീം കോടതി. ഗുജറാത്ത് സർക്കാരും നിരവധി കുറ്റവാളികളും സമർപ്പിച്ച അപ്പീലുകൾ ജസ്റ്റിസുമാരായ JK മഹേശ്വരിയും രാജേഷ് ബിൻഡലും അടങ്ങുന്ന ബെഞ്ചായിരിക്കും പരിഗണിക്കുക. 2002 ഫെബ്രുവരിയിൽ ഗുജറാത്തിലെ ഗോധ്രയ്ക്ക് സമീപം സബർമതി എക്സ്പ്രസ് കത്തിച്ച സംഭവത്തിൽ 59 പേരാണ് മരിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 315 പോയിന്റ് ഇടിഞ്ഞ് 79,801-ലും നിഫ്റ്റി 82 പോയിന്റ് താഴ്ന്ന് 24,246-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 9,005 രൂപയും പവന് 80 രൂപ കുറഞ്ഞ് 72,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് ഈ മാസം 27-ന്. പരിപാടിയുടെ 121ാം പതിപ്പാണ് ഇത്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും നമോ ആപ്പിലൂടെയും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ അറിയിക്കാം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. 2030 രാജ്യത്തിന്റെ ഉരുക്ക് ഉൽപാദനം 300 ദശലക്ഷം ടണ്ണായി ഉയർത്തുകയാണ് ദേശീയ ഉരുക്ക് നയത്തിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ സ്റ്റീൽ 6ാമത് അന്താരാഷ്ട്ര പ്രദർശനത്തിന്റെയും സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. PM ഗതിശക്തി പദ്ധതിയിലൂടെ 2030 ആകുമ്പോഴേക്കും പ്രതിശീർഷ ഉരുക്ക് ഉപഭോഗം 98 കിലോഗ്രാമിൽ നിന്ന് 160 കിലോഗ്രാമായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്ക് ഇന്ത്യയുടെ ആത്മസത്തയെ തകർക്കാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. പാകിസ്ഥാൻ പൌരന്മാർക്ക് വീസ നൽകുന്നത് നിർത്തലാക്കി ഇന്ത്യ. പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഇന്ത്യക്കാർ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. കരസേനാ മേധാവി നാളെ ജമ്മുകശ്മീർ സന്ദർശിക്കും. മീസിൽസ് റുബെല്ല മുക്തയജ്ഞത്തിന് രാജ്യത്ത് തുടക്കം. കേരളത്തിൽ 2027 മലമ്പനി നിവാരണം സാധ്യമാക്കുക ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.